സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സ്ഥിതി അതീവ ഗൗരവതരം. കാങ് പോക്പി ജില്ലയിൽ റോക്കറ്റ് ബോംബും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ജിരീബാമിൽ 5 പേരും ബിഷ്ണുപൂരിൽ ഒരാളും കൊല്ലപ്പെട്ടിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. പിന്നാലെയാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയുമായുള്ള മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ കൂടിക്കാഴ്ച. ആക്രമണങ്ങൾ തടയാൻ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യപ്പെടാനാണ് നീക്കം. അതിനിടെ കാങ് പോക്പി ജില്ലയിൽ നിന്ന് റോക്കറ്റ് ബോംബും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. റൈഫിളുകളും പിസ്റ്റലുകളും വെടിമരുന്നുകളും ഗ്രനേഡുകളും പിടികൂടി. വിവിധ പ്രദേശങ്ങളിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധയിടങ്ങളിലായി 92 ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. അപകട സാധ്യതയുള്ള എല്ലാ മേഖലകളിലും മണിപ്പൂർ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. നിയമലംഘനം നടത്തിയതിന് 129 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിനീത VG 24 ഡൽഹി.